ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലും ഇതിനായിട്ട് ഞാനിതാ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ നന്നായി സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള വലിയ സവോള 2 അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് ഇതിനെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളുടെ കൂന്തലൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ കിടിലൻ ടേസ്റ്റിലുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ.